സ്റ്റാർട്ട് ചെയ്യാം സർ. ആത്മനമസ്തേ. Atmanamaste. So welcome all. Okay. Good evening. Okay. 2036. ഓക്കെ. സോ നമ്മള് ആശ്രം യാത്രയുടെ എന്താ പറയാ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അവിടെ ആദ്യമായിട്ട് പോകുന്നവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മുഴുവനും കാര്യങ്ങളൊന്നും പറയില്ല, കുറെ സസ്പെൻസ് ആക്കി വെക്കും. എന്നാലേ നമുക്കൊരു എന്താ പറയാ ഒരു ഇതുണ്ടാവുള്ളൂ, വരാനായിട്ടുള്ളൊരു താല്പര്യം കൂടുതലായിട്ടുണ്ടാവുള്ളൂ. സസ്പെൻസ്. അപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ബിജു സാർ ഒരു പ്രേയർ ചെയ്യുന്നു. ചെയ്യാം. അങ്ങോട്ട് തുടങ്ങല്ലേ? തുടങ്ങാം. ഓക്കെ, ഒരു പ്രേയർ ചെയ്യാം. Put your hands on your heart to the Supreme God, Divine Father, Mother, our most beloved and respected Guru Grandmaster Chokok Swing, Lord Mahaguruji Mailing, all the great ones, healing angels, healing ministers, holy masters, archangels, holy angels, and spiritual helpers to my higher soul, divine self. We humbly invoke your divine blessings of love, light, and power for proper understanding of the ashram visit details, with lots and lots of gratitude, respect, and love. Thank you. Atma Namaste. ബിജു സാർ ഒന്ന് പ്രസന്റ് ചെയ്യുന്നോ? ആത്മനമസ്തേ. യോഗവിദ്യ പ്രാണി ഹീലിംഗ് ഫൗണ്ടേഷൻ കൊച്ചിൻ കേരളയുടെ ഈ വർഷത്തെ ആശ്രം വിസിറ്റ്, നമ്മൾ ആശ്രം വീക്കെൻഡ് എന്നാ പറയാ, ആശ്രം അങ്ങനെ അലോ ചെയ്യുന്നത്. ആശ്രം വിസിറ്റ് വരുന്നത് സെപ്റ്റംബർ 19 മുതൽ സെപ്റ്റംബർ 22 വരെയാണ്. സോ നമ്മൾ ഇപ്പോഴും പ്ലാൻ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 19 മോർണിംഗ് തന്നെ ആശ്രമിൽ എത്തുന്ന പോലെയാണ്. അങ്ങനെയാണെങ്കിൽ 19th, 20th, 21st, 22nd നമ്മൾ ആഫ്റ്റർനൂൺ ആണ് ആശ്രമെന്ന് തിരിച്ചു വരാനുള്ള പ്ലാൻ ചെയ്യുന്നത്. സോ ആ നിലയ്ക്ക് ഓൾമോസ്റ്റ് നമുക്ക് 4 days തന്നെ ആശ്രമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തവണ ആശ്രം വിസിറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും, നമ്മൾ ആശ്രം വിസിറ്റ് ഓൾറെഡി നമ്മൾ എന്തെല്ലാം പ്രോഗ്രാമുകൾ എന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തു. പ്രധാനമായിട്ടും 5 വെർച്യൂസിന്റെയും 5 പില്ലേഴ്സിന്റെയും ബേസ് ഉള്ള പ്രോഗ്രാമുകളായിരിക്കും നേച്ചറിങ് സെഷൻസ് എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ മോർണിംഗ് സാധന, ഈവനിങ് സാധന, അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻസ്, പ്രത്യേകിച്ചും പ്യൂരിഫിക്കേഷൻ ബൈ ഫയർ. നമ്മൾ മുൻ വർഷങ്ങളൊക്കെ വന്ന ആൾക്കാർക്ക് അത്, പ്രത്യേകിച്ചും ലാസ്റ്റ് ഇയർ ഒക്കെ വന്ന ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, പ്യൂരിഫിക്കേഷൻ ബൈ ഫയർ. അതുകൂടാതെ ഇത്തവണ നമ്മൾ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം പറയുന്നത് ക്രിസ്റ്റൽ ഹീലിംഗ് ഗ്രാജുവേറ്റ്സിനും സൈക്കിക് സെൽഫ് ഡിഫെൻസ് ഗ്രാജുവേറ്റ്സിന്, അതേപോലെ ക്രിയാശക്തി ഗ്രാജുവേറ്റ്സിന് അവർക്ക് സ്പെഷ്യൽ സെഷൻസ് ഉണ്ടാവും ക്രിസ്റ്റൽ ഹീലിങ്ങിനെ കുറിച്ചും, ഇൻക്ലൂഡിങ് ക്രിസ്റ്റൽ കോൺസിക്രേഷൻ, സൈക്കിക് സെൽഫ് ഡിഫെൻസ്, അതേപോലെ തന്നെ ക്രിയാശക്തി. അത് ക്രിയാശക്തിയുടെ സെഷൻ, അതേപോലെ തന്നെ ക്രിയാശക്തി ഗ്രാജുവേറ്റ്സിന് നമുക്ക് ആ സെഷനിൽ ആശ്രമിൽ ഇരുന്ന് ക്രിയാശക്തി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരിക്കും ഉണ്ടാവുക. സോ ഇത്രയാണ് ഈ ആശ്രം ഷെഡ്യൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഓൾറെഡി ട്രെയിനിൽ വരുന്നതിൽ ഒരു മെജോറിറ്റി ആൾക്കാരും ഫൗണ്ടേഷൻ തലത്തിൽ ബുക്ക് ചെയ്യേണ്ട ബുക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ സ്വന്തം നിലയ്ക്ക് ട്രെയിനിൽ ബുക്ക് ചെയ്യുന്നവരും അല്ലാതെ ഫ്ലൈറ്റിനോ മറ്റു മാർഗങ്ങളിലൊക്കെ വരുന്നവരുമാണുള്ളത്. ഇത്രയാണ് നമ്മൾ ഈ ആശ്രം യാത്രയുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്.
ഈ പ്രോഗ്രാം നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഇതുവരെ ആശ്രമിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് എന്താണ് അർഹാത്തി യോഗ ആശ്രം, GMCKS അർഹാത്തി യോഗ ആശ്രം എന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി പങ്കെടുത്ത ആളുകളുടെ എക്സ്പീരിയൻസ് പറയാന്നുള്ളതാണ്. സോ നമ്മൾ ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ അധികം പേരും പങ്കെടുക്കാത്ത ആൾക്കാർ കുറവാണെങ്കിൽ പോലും നമ്മൾ ഈ സെഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ സെഷൻ നമ്മൾ അതിന്റെ റെക്കോർഡിങ്സ് ബാക്കിയുള്ള അർഹാത്തി യോഗീസിനെല്ലാം അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ YVPHF കൊച്ചിൻ കേരളയുടെ കൂടെയുള്ള നിങ്ങളുടെ ആശ്രം വിസിറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരായിട്ട് ഷെയർ ചെയ്യാം. യെസ്, പഠിക്കാതെ കടന്നു വരൂ. സമയം കളയരുത്. പേര് വിളിക്കൂ ബിജു, അതാ നല്ലത്. ബിജു തന്നെ തുടങ്ങുക ആദ്യം. ഒരു ടൈം കൊടുക്കുക. നമ്മൾ അരമണിക്കൂറല്ലേ മീറ്റിംഗ് പറഞ്ഞിട്ട്? അതെ, ഇത് അവർക്കൊരു 5 മിനിറ്റ് 2-3 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാം. അതങ്ങനെ ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയ സംഗതികൾ. ബിജു തന്നെ അങ്ങ് തുടങ്ങും. ആശ്രമിനെ കുറിച്ച് ഞാനിപ്പോ ഓൾറെഡി നമ്മുടെ ട്രിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അർഹാത്തി യോഗ ആശ്രം ഓക്കെ, ഹെയ്സിൽ പറയാൻ റെഡി ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഹെയ്സിൽ ആരംഭിക്കാം. ഞാൻ ലാസ്റ്റ് പറയാം. ഞാനെങ്കിൽ പറയാം. എനിക്ക് ലാസ്റ്റ് ഇയർ ശരിക്കും പറഞ്ഞാൽ 3 ട്രിപ്പാണ് ഉണ്ടായിരുന്നത് ഈ പ്രാണിക് ഹീലിംഗിന്റെ വകയായിട്ട്. ഒരെണ്ണം ഗംഗാ ട്രിപ്പ്, ഒരെണ്ണം ആശ്രം, പിന്നെ മൂന്നാമത് എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് റിട്രീറ്റ്. പക്ഷെ ഇതിൽ 3-ൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ആശ്രം വിസിറ്റ് തന്നെയാണ്. അപ്പൊ അതൊരു വേറെ ഫീലിംഗ് ആണ് ബാക്കി എല്ലാത്തിനും വെച്ച് നോക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമ്മള് വീട്ടിൽ നിന്ന് മാറി നിൽക്കണു, അതുകൂടാതെ അവിടെ റേഞ്ച് ഇല്ല. അപ്പൊ ഫുള്ളി ഡിസ്കണക്റ്റഡ് ആണ് നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോക്കസ് ഭയങ്കര ഹൈ ആണ്. പിന്നെ അവിടുത്തെ എനർജിയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു റിസോർട്ടിലൊക്കെ പോയി ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവിടെ. എന്ന് വെച്ചാൽ അവിടുത്തെ താമസമാണെങ്കിൽ തന്നെ ആ ഒരു സ്ഥലം ഒരു ഹിൽ സ്റ്റേഷനിൽ പോയ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് അത്. അപ്പോൾ അത് തന്നെ നമ്മളെ കുറെ കാമാക്കും. പിന്നെ കുറേ സെൽഫ് റിഫ്ലക്ഷൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. സാർ ഇപ്പോഴും പറയാതിരുന്നു മായ്ച്ചു കളയണം, സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ആ സ്ഥലം തന്നെ അതിനൊരു ഇങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയ പോലത്തെ ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. കുറെ അങ്ങനത്തെ ഹെയ്സിൽ ഒന്ന് മ്യൂട്ട് ആയിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ആക്കോ? ഓക്കെ, നന്നായിട്ടായി. ഓക്കെ, ഞാൻ വന്നപ്പോൾ ഇച്ചിരി ഒരു ക്ലട്ടേഡ് സ്റ്റേറ്റിലാണ് വന്നത്. പക്ഷെ കുറെ കാര്യങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അന്ന് വെച്ചാൽ ആ സ്പേസ് തന്നെ അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. അതും ഒരു പിക്നിക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി മലയുടെ മുകളിൽ പോയി, അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല മെഡിറ്റേഷൻ, വേറൊരു ഫീലിംഗ്. എല്ലാം വേറെ എക്സ്പീരിയൻസസ് ആണ്. സാധാരണ നമുക്ക് ഉണ്ടാവുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല. മലയുടെ മുകളിൽ പോയി നല്ല മെഡിറ്റേഷൻ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ആ സമയത്തും ആ ഒരു ഇതിലൊക്കെ ആയിട്ട്. അതും നല്ലതാണ്. പിന്നെ ക്ലാസ്സസും ഭയങ്കര ആസ് യൂഷ്വൽ അടിപൊളിയാണ്. പക്ഷെ അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി കൂടി ഫോക്കസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു അത്. പിന്നെ ലൈഫിലാണെങ്കിലും കുറെ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. സാർ പറഞ്ഞ പോലെ അവിടെ കുറെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എഴുതിയിട്ടു, കുറെ ഡിസയേഴ്സ് ഒക്കെ അവിടെ വെച്ച് തന്നെ ഫോം ആയി. സത്യം പറഞ്ഞ ഇവിടുന്ന് മാനിഫെസ്റ്റേഷൻ എഴുതി പോയതല്ല, അവിടെ വെച്ച് വേറെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത്. പക്ഷെ അത് എൻ്റെതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഒരു കാര്യം ഭയങ്കരമായിട്ട് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ആ കാര്യം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അത് ലൈക്ക് കുറെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കണ പോലെയായിരുന്നു. ഞാനതൊന്നും ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലോട്ട് അങ്ങോട്ട് ഞാൻ ആൾക്കാരും എല്ലാ സാധനങ്ങളും അലൈൻഡ് ആയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ. എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അത്. അപ്പൊ മാനിഫെസ്റ്റേഷൻസ് നടക്കും, അതും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമാണ് അവിടെ പോയി വരണേൻ്റെ. പിന്നെ ഇച്ചിരി കൂടി ഹാപ്പിയർ ആയിട്ട് ഫീൽ ചെയ്തെന്ന് മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ പോയില്ല. ആ ഒരു ഡിഗ്രി ഓഫ് ഹാപ്പിനെസ് ഇച്ചിരി കൂടി മാറി. എന്നുവെച്ചാൽ ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു ആ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ.
അതൊക്കെയാണ് ഞാൻ എടുത്തു പറയാനുള്ള എക്സ്പീരിയൻസ് പറയണേ. ഓവറോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആശ്രമ യാത്ര എന്ന് പറയുന്നത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഹേസൽ. നമസ്തേ. താങ്ക് യു ഫോർ ഷെയറിംഗ്. താങ്ക് യു. അടുത്തത് എത്ര പേരുണ്ട് അർഹതയ്ക്ക് യോഗീസ് ആശ്രമത്തിലേക്ക് പോവാത്തവര്? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ്. ഒന്ന് റേസ് ചെയ്യാൻ പറ്റുമോ? മൊത്തം നമ്മൾ 33 പേര് ഇപ്പൊ കാണിക്കുന്നുണ്ട്. വിമൽ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. ഓക്കെ. മറ്റുള്ളവരെ എല്ലാരും പോയതാണോ? ഹരീത് പോയിട്ടില്ല. ഓക്കെ. സുനിൽ. ഓക്കെ. ഓക്കെ 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 ഓക്കെ. പോലീസ് സാർ പോയിട്ടില്ല അല്ലേ? ഓക്കെ. ഓക്കെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതാരാണ് എലിസബത്ത്. ഷെയർ ചെയ്യുന്ന? എലിസബത്ത്. ഓക്കെ. നമസ്തേ. 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 ഞാനൊരു 2-3 തവണ എനിക്ക് ആശ്രമം പോയിട്ടുണ്ട്. ഇത് 4th ടൈം ആണെന്നാണ് എന്റെ ഓർമ്മ. കാർ ഓടിക്കാൻ. അപ്പൊ വീഡിയോ ഞാൻ ഓഫ് ചെയ്യണേ. ഓക്കെ. അപ്പോ ആദ്യത്തെ തവണ പോയപ്പോ ഭയങ്കരമായിട്ട് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഭയങ്കരമായിട്ട് ക്ഷീണം, തളർച്ച അങ്ങനെയൊക്കെയായിരുന്നു. Day 2 ഒക്കെ മുതൽ നല്ല ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ എന്നാലും പിന്നെയാണത് മനസ്സിലായത് വളരെ ശക്തമായ ക്ലെൻസിങ് നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടായതെന്ന് പിന്നീട് ഒരാളായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ടൈമുള്ള എക്സ്പീരിയൻസ്. പക്ഷെ എന്നാലും എന്താ പറയാ, സെക്കൻഡ് ടൈം പോകുന്നതിനെക്കാട്ടിലും ഫസ്റ്റ് ടൈം പോയപ്പോ കുറച്ച് കുറവായിരുന്നു. ലൈക്ക് grade 1 എന്ന് പറയും. പിന്നെ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് കുറച്ചും കൂടി, അപ്പം ഇങ്ങനെ ആയിരിക്കും ആശ്രമത്തിൽ പോയാൽ എന്നുള്ള ഒരു ഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി നന്നായിട്ട് എല്ലാ ദിവസവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എന്താ പറയാ, മാസ്റ്റേഴ്സ് വില്ലയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ മാസ്റ്റർ വില്ലയിൽ പോകുന്ന സമയത്താണ് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് തോന്നിയത്. അതല്ലാത്ത സമയം തോന്നിയത്. തേർഡ് ടൈം പോയപ്പോ ഈവൻ ഒരു പെർസെപ്ഷൻ മുഴുവൻ മാറുന്ന രീതിയിലുള്ള എവിടെ പോയ എസൻസ് ഓഫ് മാസ്റ്റർ ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ചും കൂടി ഒരു ഓഫ് കേൾക്കുന്നില്ല. എനിക്കാണോ കേൾക്കാത്തതോ? കോമ്പിനേഷൻ. ആർക്കും കേൾക്കുന്നില്ലേ? ഇപ്പൊ ഓക്കെ, അത് കേട്ടു. ഓക്കെ, നമസ്തേ. അവരുടെ യാത്രയിലാവുമ്പോഴേ റേഞ്ച് കുറവുണ്ടാവും. അല്ല, ഞാൻ വണ്ടി നിർത്തി. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് മ്യൂട്ടായി പോയതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്യാം. റിയ റെഡിയാണോ? റെഡിയാണ് തോന്നുന്നില്ല. ആത്മ നമസ്തേ. റിയ പറഞ്ഞോളൂ. എനിക്ക് ഭയങ്കര ഒരു ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷം ആശ്രമിൽ പോയി വന്നപ്പോ തൊട്ട്. അത് എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ വന്നിരുന്നു കോയമ്പത്തൂരിന്ന്. അപ്പോ അതിലൊരാൾക്ക് ആക്ച്വലി മലയാളം അത്ര ഫുള്ളായിട്ട് മനസ്സിലാവില്ല. അപ്പോ ആളും ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നേ.
ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ എക്സ്പീരിയൻസാ ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കും. അപ്പൊ അവര് പറയും അന്നത്തെ ആശ്രം വിസിറ്റ് കഴിഞ്ഞ പിന്നെയാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. റെഗുലർ ആയിട്ട് എന്തെങ്കിലും ഇവന്റ്സിലൊക്കെ പോയി സർവീസ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കോമൺ ആയിട്ട് തോന്നി. അതുപോലെ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ 2 പേരെയും കണ്ടിരുന്നു. അവരും അതേപോലെ തന്നെയാ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് 1 മിനിറ്റ് പോലും കഴിഞ്ഞ തവണത്തെ ആശ്രം വിസിറ്റില് വേസ്റ്റ് ചെയ്യാതെയായിരുന്നു അത് നമ്മൾ അതിന്റെ ടോപ്പിക്സ് സെറ്റ് ചെയ്തിരുന്നത്. അതായത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ആക്റ്റീവ്ലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നില്ലെങ്കിൽ നർച്ചറിങ് സെഷൻ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഓരോ ആക്ടിവിറ്റീസ്. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് പ്രാക്ടീസിൽ തന്നെ കുറെ ഡൗട്ട്സ് ഉണ്ടാവും. ചില കാര്യങ്ങൾ സ്റ്റക്ക് ആയിരിക്കും ലൈഫിൽ. അതെല്ലാം ഡീപ്പായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഏരിയാസ് എല്ലാം വളരെ നന്നായിട്ട് അങ്ങ് ഇമ്പ്രൂവ് ആയ പോലെ തോന്നി എനിക്ക്. പിന്നെ അവിടെ വന്നിട്ട് ഹേസിൽ പറഞ്ഞ പോലെ ചില വിഷസ് അവിടെ വന്നേ പിന്നെയാണ് തോന്നിയത്. ലൈക്ക് എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ ഞങ്ങൾ താമസിക്കുന്നത് ഒരു IT പാർക്കിന്റെ അടുത്താ. അപ്പൊ അവിടെ ആക്ച്വലി ഒരു സെന്റർ, പ്രാണിക് ഹീലിംഗ് സെന്റർ ഇല്ല. അപ്പൊ ആ ഏരിയയിൽ ഒരു പ്രാണിക് ഹീലിംഗ് സെന്റർ വെക്കണം. അത് ആക്ച്വലി ആശ്രമിൽ വന്നേ പിന്നെയാണ് ആ ഒരു തോട്ട് വന്നത്. എന്നിട്ടത് ഞങ്ങളത് രാജേന്ദ്രൻ സാറിനോട് ഷെയർ ചെയ്യുകയും ചെയ്തു. സാർ പറഞ്ഞു അങ്ങനെ തന്നെയാ വേണ്ടേ, അതുപോലെ പ്രോസ്പെറസ് ആയ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇടയ്ക്ക് ഒരു തവണ കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു തുടങ്ങിയോ എന്ന്. അപ്പൊ അന്നേരം തുടങ്ങിയിട്ടുണ്ടായില്ല. പക്ഷെ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗുരു മറ്റേ ഗുരു പൂർണിമയുടെ അന്ന് ഞങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കോയമ്പത്തൂര്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതെല്ലാം അങ്ങനെ ആശ്രം വിസിറ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അടുത്തത് ആരാ ഷെയർ ചെയ്യുന്നത്? Great, Ria. Thank you. Congratulations. താങ്ക് യു. Thank you for sharing. ഉമ. നമസ്തേ സർ. Namaste. നമസ്തേ. കേൾക്കാമോ? ഞാൻ ആക്ച്വലി വെളിയിലാണ്. കേൾക്കാൻ കാണുന്നില്ല. റോഡാണ്, ഓൺ ചെയ്യാൻ ഒരു നിർത്തിയില്ല. ഓക്കെ. ഓക്കെ സർ, മേ കണ്ടിന്യൂ? നമസ്തേ ഓൾ. ആശ്രം വിസിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം ആണ് ആക്ച്വലി. കഴിഞ്ഞ പ്രാവശ്യം അഞ്ജു ചേച്ചിയും എലിസബത്തും ഒരുപാട് നിർബന്ധിച്ച് പെട്ടെന്നൊരു ചാൻസ് കിട്ടി കയറി വരുമായിരുന്നു. ത്രൂഔട്ട് ദ ജേർണി മാസ്റ്ററുടെ ഒരുപാട് ബ്ലെസ്സിങ്സ് എന്താ പറയാ അനുഭവിച്ച് വന്ന ഒരാളെന്ന് പറയാം. ഹേസിൽ ഉണ്ടായിരുന്നു എൻ്റെ കോ ട്രാവലറായിട്ട്. കൊച്ചിൻ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂരിന്ന് പൂനെക്ക് വന്നപ്പം രാജേന്ദ്രൻ സാറിന്റെ കൂടെ വളരെ, അതായത് ശരിക്കും ഒരു ന്യൂ കമ്മറിനെ പോലെയല്ല സാറ് ഫുൾ ആ സാറിന്റെ എക്സ്പീരിയൻസും മാസ്റ്റർ അവിടെ ആശ്രമം ബിൽഡ് ചെയ്ത സമയത്തുള്ള കൺസ്ട്രക്ഷൻ്റെ ഇതൊക്കെ സാർ ഒരുപാട് ആ ഹിസ്റ്ററി കംപ്ലീറ്റ് സാർ ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞ് അനുഭവിച്ചാണ് ഞങ്ങൾ ത്രൂ ഔട്ട് ദ ട്രാവൽ അവിടെ എത്തിയത്. വന്ന് കണ്ടപ്പം മാസ്റ്റർ പറഞ്ഞ ആ വേർഡ്സ് ഹെവൻ ഓൺ എർത്ത്, എന്താ പറയാ, ഒരു ബ്ലിസ്സിലോട്ട് ശരിക്കും പോയി എന്ന് തന്നെ പറയാം. പിന്നെ അത് കഴിഞ്ഞ് ബിജു സാറിന്റെ ക്ലാസ്സും അഞ്ജു ചേച്ചിയുടെ വളരെയധികം സപ്പോർട്ട്, വാസുദേവൻ സാറിന്റെ ക്ലാസ് എല്ലാം ഒന്നിനൊന്ന് നമുക്കൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. ഓരോ പേൾസ് ആയിരുന്നു എല്ലാം. പിന്നെ എനിക്ക് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ട് വന്ന ഒരു ഇത് സൺസെറ്റ് പോയിന്റിൽ പോയതാണ്. ഇന്നും എന്താ പറയാ ഒരുപാട് ഓർമ്മ അവിടെ ചെന്ന് നിന്നപ്പം ശരിക്കും ഒരു എനിക്ക് പറയാൻ വേർഡ്സ് ഇല്ല ആക്ച്വലി. അത്രയും ബ്ലിസ് ആയിരുന്നു ആ സമയത്ത്. എല്ലാത്തും ഉണ്ടായിരുന്നു, പക്ഷെ സംതിങ് സ്ട്രൈക്കിംഗ് എന്ന് പറയില്ലേ, ക്ലോസ് ടു ദ ഹാർട്ട്, അത് വളരെ ക്ലോസ് ടു ദ ഹാർട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ്, ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ എന്തൊക്കെ ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നോ അതിന്റെ എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് എടുക്കാൻ സാധിച്ചു. അന്ന് ഞാൻ അവിടെ പറഞ്ഞ ഡിഫറെന്റ്ലി ഏബിൾ കുട്ടികളുടെ അതിലൊരു വലിയൊരു മൂവ് എല്ലാം സ്റ്റെപ്സ് എല്ലാം എനിക്കൊരു എടുക്കാൻ സാധിച്ചു. ത്രൂ ഔട്ട് ആ പ്രോജക്റ്റില് മാസ്റ്ററുടെ ബ്ലെസ്സിങ്
സ്റ്റിൽ അതിൽ റിസർച്ചിങ് ആണ്. പക്ഷെ എങ്ങും എത്താൻ പറ്റുന്നില്ലല്ലോ എന്നിടത്തുനിന്ന് ഒരു സ്റ്റെപ്പ് വെക്കാൻ സാധിച്ചു. അതൊരു വലിയൊരു ബിഗ് സ്റ്റെപ്പ് തന്നെയാണ്. ലൈഫിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ്, പേഴ്സണൽ ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട്. ശരിക്കും പുറകോട്ട് നോക്കണ്ട, ഒരു വലിയൊരു മൗണ്ടൻ ക്രോസ് ചെയ്ത് വലിയൊരു ഹ്യൂജ് ബ്ലെസ്സിങ്സ് വന്ന ആ ഒരു ഫീല് ശരിക്കും ഉണ്ട്. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് പുറത്തായതുകൊണ്ടാ. ശരിക്കും നമുക്ക് എന്താ പറയാ, എല്ലാം മറന്ന് മാസ്റ്ററിനെ ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ആ ഒരു ബ്ലിസ് സ്റ്റേറ്റിൽ ഇങ്ങനെ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത് ആ അറ്റ്ലീസ്റ്റ് 3-4 days നമുക്കൊന്ന് ശരിക്കും എൻജോയ് ചെയ്ത് ലൈഫിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതെന്ന് എനിക്ക് എപ്പോഴും എന്താ പറയാ മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംഭവമാണ്. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു. Okay, Atma, namaste, Uma. Thank you for sharing. നമസ്തേ സർ. Thank you. വാസുദേവൻ സാർ, ഷാജിയേട്ടനുണ്ട്. ആരാണ്? ഷാജിയേട്ടനുണ്ട് പറയാം. ഷാജിയേട്ടൻ ആ, ഷാജിയേട്ടൻ അവിടെ പോയി. ശരി, അവർ തല കണ്ടു പറയാൻ വയ്യ. പേര് ഒരു കണ്ടു. പേര് കണ്ടു. ഷാജിയേട്ടാ. മേ ബി എന്തെങ്കിലും ട്രാവലിംഗ് ആയിരിക്കും. അതെ അതെ. നീ ആരാ ഷെയർ ചെയ്യുന്നു? ജയകുമാർ സാർ. ഞാൻ പറയണോ? ആ, കേൾക്കണ്ടല്ലേ? ആ, ഞാന് ആശ്രമത്തിൽ ആദ്യം പോകുമ്പോ വലിയ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് പോയത്. എന്നുവെച്ചാല് നമ്മള് ഭാരതത്തിലായോണ്ട് വലിയ ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലായത് അന്നേരമാണ്. കാരണം എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു ഗ്ലോബലി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാരതത്തിൽ ആശ്രമം വെക്കാനുണ്ടായ കാരണം, അപ്പൊ അതറിഞ്ഞപ്പോഴാണ്, അതറിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് അത് ശരിക്കും എക്സ്പീരിയൻസ്. അത് ഇത്രയേ ഉള്ളൂ. അതിനൊരു ആൻസർ പറഞ്ഞ് ആചാര്യ ഹെക്ടർ രാമോസ് ഒരിക്കൽ എല്ലാവരോടായിട്ട് ചോദിക്കുന്നത് അവിടെ വെച്ചൊരു സെഷനിൽ, എന്തുകൊണ്ടാണ് മാസ്റ്റർ ചോവ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആശ്രമം സ്ഥാപിക്കാൻ കാരണം? അപ്പൊ അതിന് കാരണം പറഞ്ഞപ്പോഴാണ്, ഭാരതത്തിലാണ് ലോകത്തെ എവിടേക്കാളും കൂടുതൽ സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ മൺതരിയിലും അത്രയും സ്പിരിച്വൽ എനർജി ഉണ്ടെന്നും, അപ്പൊ അത് ഒരു ക്രിസ്റ്റൽ മൗണ്ടൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചില സ്ഥലങ്ങളിലൂടെ ചെല്ലുമ്പോൾ ക്രിസ്റ്റൽസ് ഒക്കെ ഇങ്ങനെ, മഴക്കാലത്താണ് ആദ്യത്തെ ഞാൻ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒഴുകി പോകുന്ന തോടിലും ഒക്കെ ഇങ്ങനെ പല കളറിലുള്ള ക്രിസ്റ്റലുകൾ ഇങ്ങനെ കിടക്കുന്നു. അത് ഒരാൾ ഒരു എടുത്തുകൊണ്ട് വന്ന് ആചാര്യയുടെ കയ്യിൽ കൊടുത്തു. ഒന്ന് ട്രക്കിംഗ് കഴിഞ്ഞ് പോയി വന്നു. അപ്പൊ ആചാര്യ പറയുന്നത് എവിടെയാണോ കിടന്നത് അവിടെ കൊണ്ടിടാൻ പറഞ്ഞു. അതിന്റെ മദർ ക്രിസ്റ്റൽ അവിടെ ഉണ്ടാവും, സോ നിങ്ങൾക്ക് അത് എടുക്കാൻ അവകാശമില്ല, കൊണ്ടുപോയി അവിടെ തന്നെ ഇടാൻ പറയുണ്ടായി. അപ്പൊ ആ സ്പിരിച്വൽ എനർജി അവിടത്തെ വായുവിലും അവിടുത്തെ ഓരോ ചലനങ്ങളിലും എന്ന് വേണ്ട, നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ശരിക്കും ഒരു സ്പിരിച്വൽ ഫുഡാണ്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത്, എല്ലാവരും പറയും മെഡിറ്റേഷൻ ഒക്കെ എൻജോയ് ചെയ്തെന്ന്. മെഡിറ്റേഷൻ നമ്മൾ എൻജോയ് ചെയ്യുമല്ലോ, ഓഫ് കോഴ്സ്. പക്ഷേ ആ ഫുഡ്, അത് വെറൈറ്റീസ് ഓഫ് പിന്നെ അങ്ങനെ ഓരോരോ നമ്മൾ കാണാത്ത ഫുഡ്, അത്രയും ടേസ്റ്റി. അതിന്റെ ആ സ്പിരിച്വൽ എനർജിയുടെ കണ്ടന്റ് നമ്മൾ ഫീൽ ചെയ്യാം അവിടുത്തെ ഓരോ എയറിലും. അതിനുശേഷം ആദ്യം അത് പോയതിനു ശേഷം ഞാൻ എല്ലാ മെഡിറ്റേഷനിലും ഇത്തിരി നേരമെങ്കിലും ആശ്രം കാണും. അതുപോലെ മാസ്റ്ററുടെ ആ ബംഗ്ലോ, അതിനകത്ത് മാസ്റ്റർ ഇറങ്ങി വരുന്നത് കാണും. അപ്പൊ അതാ അവിടെ പോയതിനു ശേഷം ഉണ്ടായ കുറെ അനുഭവങ്ങളിൽ ഒന്നാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ പ്രാക്ടീസസും അവിടുത്തെ ട്രക്കിങ്ങും. അവിടെ വെറുതെ ചെന്ന് വെറുതെ ഇരുന്നാൽ മതി. ആ മണ്ണില് അല്ലെങ്കിൽ ആ പുല്ലിലും ഒക്കെ ഗ്രാസിലും ഒക്കെ നമുക്ക് വെറുതെ കിടക്കാം. അത്രമാത്രം എനർജൈസ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതൊരു വലിയൊരു റിജുവിനേഷൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പറയാൻ പറ്റാത്ത അത്രയേറെ അനുഭവങ്ങൾ എനിക്കുണ്ട്.
രസകരമായ കുറെ അനുഭവങ്ങളുണ്ട്. അത് നമുക്ക് ആ ജേർണിയിലൊക്കെ പറയാം. പിന്നെ എനിക്ക് ഇപ്പൊ ബിജു ആ ഷെഡ്യൂൾ പറഞ്ഞാൽ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു കാര്യം കൂടി എന്റെ വക, ഞാനൊരു യോഗ ഇൻസ്ട്രക്ടറും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അത്രയും ദിവസം ഉണ്ട്, നമുക്ക് 3 ദിവസം ഉണ്ടല്ലോ അവിടെ. ആ ഷെഡ്യൂളില് ഒരു ഏർലി മോർണിംഗ് യോഗ സെഷൻ കൂടി വെച്ച് അവിടെ നിന്ന് പോരുന്നവരെല്ലാവരും അത്യാവശ്യം യോഗ അറിയാൻ പാടില്ലാത്തവർക്ക് കുറച്ച് ഹഠയോഗയുടെ കുറച്ച് പാഠങ്ങളും കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. ഓൾറെഡി അവിടെ മാറ്റൊക്കെ ഉണ്ട്, ഇല്ലാത്തവർ വേണമെങ്കിൽ കൊണ്ടുവരാം, അവിടെ മാറ്റം ഉണ്ടെന്നുള്ള അന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് പോയി ചെയ്യാറുണ്ട്. അതുകൂടി ഒന്ന് അനൗൺസ് ചെയ്യാൻ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ വില്ലിങ് ആണ് രാവിലെ ഒരു 1 hour 45 minutes എന്തായാലും മതി. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഏത് സമയത്ത് വരണം എന്നും കൂടി. അപ്പൊ അങ്ങനെ ഒരു സെഷൻ കൂടി എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഓഫർ ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു സാർ. ആത്മ നമസ്തേ. യോഗ സെഷൻ മാത്രമല്ല, സാറിന്റെ വേറെ സ്പെഷ്യൽ നഴ്സറിംഗ് സെഷൻസ് ഉണ്ടാവും. അത് സാർ ഇപ്പൊ പറഞ്ഞില്ല എന്നല്ലോ, ഓൾറെഡി ഷെഡ്യൂളിൽ. അത് ഇപ്പൊ എല്ലാ ട്രെയിനേഴ്സും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ ഓൾറെഡി 9 മണി ആയിട്ടുണ്ട്. 2-3 കുറച്ചുകൂടി 4-5 മിനിറ്റ് കൂടി നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യൂ. ഹായ്, നമസ്തേ. നമസ്തേ. ലൈഫിൽ ഏറ്റവും കിട്ടുന്ന എൻജോയ്മെന്റ് ആയിട്ടാണ് ഞാൻ ആശ്രമയാത്രേനെ വിചാരിക്കാറ്. അത്രയധികം പ്യൂരിഫിക്കേഷനും അതുപോലെ പ്രാക്ടീസും അതുപോലെ ലൈഫിൽ വളരെ എൻജോയ് ചെയ്യുന്ന ആ നിമിഷങ്ങൾ, നമ്മൾ വീടിനെ കുറിച്ച് നമ്മൾ ഒരു ചിന്ത പോലും നമുക്ക് വരാറില്ല. സാധാരണ ഞാൻ വളരെ സെൻസിറ്റീവാ, വീടിന്റെ കാര്യങ്ങൾക്കും വീട്ടുകാരെ കുറിച്ചും ഒക്കെ ഭയങ്കര സെൻസിറ്റീവാ. അവൊക്കെ ഒരു ചിന്ത പോലും നമുക്ക് വരില്ല. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വളരെ ഒരു വിഷമമാണ് തോന്നുക. തിരിച്ചു വരുമ്പോൾ ഇത്രയധികം പ്രയാസങ്ങൾ തോന്നും. പിന്നെ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് അവിടെ ചെന്നപ്പോഴും. അതേപോലെ തന്നെ ഞാനൊരു 7 times ഞാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെ ചെല്ലണത് തന്നെ അവിടെ ആശ്രമത്തിന്റെ എത്തുന്നതിന് മുന്നേ തന്നെ വളരെയധികം ട്രെയിനിലേക്ക് കയറിയാൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും വെറുതെ ഞാൻ ഇങ്ങനെ മാസ്റ്റർ വിചാരിച്ച എങ്ങനെയായിരുന്നു, അയ്യോ ഇത് ഇവിടെ ഒന്നും എനിക്ക് കിടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ചപ്പോഴേക്കും അവര് ഉറങ്ങണ ആളെ എണീറ്റിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ കിടത്തുക ചെയ്തത്. എങ്ങനെയാ അത് സംഭവിച്ചു ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ കുറെ കാര്യങ്ങള് പേഴ്സണലായിട്ടുള്ള കുറെ വിഷസ് ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ വിഷസ് നമ്മൾക്ക് മാസ്റ്റർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക. അങ്ങനെ ലൈഫ് തന്നെ വളരെയധികം ടോട്ടലി ചേഞ്ച് ആവാൻ പറ്റും. പിന്നെ ഹഠ യോഗയുടെ പ്രാക്ടീസുകൾ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു റീചാർജ് ചെയ്യണ പോലെ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യണ പോലെ തന്നെ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ പ്രാക്ടീസുകൾ വളരെ പ്രയാസമില്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനും കുറെ കാര്യങ്ങൾക്ക് മാസ്റ്റർ കാണാനുള്ള ഒരു അവസരം കൂടി എനിക്ക് കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ മറ്റേ എക്സസൈസ് ചെയ്യുമ്പോൾ ബാക്കിൽ മാസ്റ്റർ കണ്ടു, ഒരു 4 അടി അപ്പുറമായിട്ട്. അങ്ങനെ എന്താ പറയാ, കൂടുതലൊന്നും പറയുന്നില്ല. അത്രയും എന്താ പറയാ, എൻ്റെ ഒരു ഡ്രീമാണ് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത്. 2-3 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല, ചെറിയ കാര്യങ്ങൾ കൊണ്ട്. ഇപ്പൊ അത് എത്തിപ്പെടുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. ആത്മ നമസ്തേ. താങ്ക് യു സർ. ഇനി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാസുദേവൻ സാർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആത്മനമസ്തേ. ആശ്രമയാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കാര്യങ്ങളൊക്കെ. നമ്മളതൊരു എന്താ പറയാ, ഒരു ടൂറായിട്ട് എടുക്കുന്നവർക്ക് എല്ലാ എലമെന്റ്സും അതിനകത്തുണ്ട്. ഇനി ഒരു തീർത്ഥയാത്ര എന്നുള്ള രീതിയിൽ വളരെ ഭക്തി ആദരവോടുകൂടി ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു സ്പിരിച്വൽ ജേണി, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹയർ ലെവലിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതിനും ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്.
അപ്പോ നമ്മള് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ട്രിപ്പ് ആയിരിക്കും അത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് ആശ്രമത്തിലേക്ക് പോയിട്ട് വരുമ്പോൾ ആദ്യമൊക്കെ ഒരു നോർമൽ ലെവലില് നമുക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട് തിരിച്ചു വരുന്ന സമയത്ത്. പക്ഷെ നമ്മൾ ഈ മെഡിറ്റേഷനും അല്ലെങ്കിൽ അവിടുത്തെ സെഷൻസും എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഭാരങ്ങള് നമ്മളവിടെ ഇറക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ലൈഫിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ആ ഒരു ചിന്ത ഓർത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പിന്നീട് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ്, നമ്മൾ ആ ഒരു എന്താ പറയാ ഭാരം കുറഞ്ഞ് നമുക്ക് നടക്കുമ്പോഴുള്ള ഒരു ഫ്രീഡം ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഉള്ളൊരു സന്തോഷം തോന്നാറുണ്ട്. മാത്രമല്ല അതുകൊണ്ട് കുറെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രാക്ടീസ് കൊണ്ട് നമ്മൾ വർഷത്തിൽ ഒരു തവണ അവിടെ ചെന്ന് 3-4 ദിവസം നമ്മളവിടെ താമസിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാല് പിന്നീടുള്ള ഒരു വർഷക്കാലം നമുക്ക് വളരെ നന്നായിട്ട് എന്താ പറയാ ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് അവിടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങള് വളരെ ഫോക്കസ്ഡ് ആണ്, വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. കാരണം അവിടെ ഡിസ്ട്രാക്ഷനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഹേസൽ പറഞ്ഞ പോലെ മൊബൈലിന്റെ കാര്യം ചിന്തിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കാം. അത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകള്, അതിന്റെ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങള്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഗോൾസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഡിസ്ട്രാക്റ്റഡ് ആണ്. സോഷ്യൽ മീഡിയ ആണെങ്കിലും കോൾസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്. പക്ഷെ അവിടെ നമ്മളൊരു 3-4 ദിവസം നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് നമ്മുടേതായിട്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ സമാനമായിട്ടുള്ള ഇത്രയും പേര് ഒരുമിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു എന്താ പറയാ പ്രൊഡക്ടിവിറ്റി കൂടുക എന്നുള്ളതാണ് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സോ ബിജു സാറ് കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. നമസ്തേ. സോ നമുക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തു. ഇനി ആരെങ്കിലും അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ ഗ്രൂപ്പായിട്ടുള്ള ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ട്രെയിൻ ബുക്കിങ്ങിനോ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സോ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. ആത്മ നമസ്തേ. താങ്ക് യു.